അമൂല്യരക്തം കൊണ്ടത്രേ. വിലക്ക് വാങ്ങപ്പെട്ടത് ക്രിസ്തുവിൻ്റെ അമൂല്യരക്തത്തിൻ്റെ വിലയെന്ന് വെച്ചാൽ കറയോ കളങ്കമോ ഇല്ലാത്തതാണ്. കറയോ കളങ്കമോ ഇല്ലാത്ത അമൂല്യമായ രക്തം, വിലമതിയാത്ത രക്തം നമുക്ക് വേണ്ടി ചിന്തി നമ്മൾ വിലക്ക് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ എപ്പോഴും ഈ ഇക്കോണമി വർക്ക് ചെയ്യണത്, റിഡംഷൻ ഇക്കോണമി, അതായത് നമ്മളെ രക്ഷാകരമായ ഒരു ശാസ്ത്രം വർക്ക് ചെയ്യണത് റാൻസമിലായിരിക്കും. എന്താണ്? മോചനദ്രവ്യത്തിലായിരിക്കും. എൻ്റെ മക്കളത് താത്വികമായിട്ട് മനസ്സിലാക്കണം. കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൈ നനയാൻ മീൻ പിടിക്കാൻ പറ്റുന്നതൊക്കെ ഇവിടുന്ന് പായിക്കണത്. ഉടമ്പടി എടുത്തതാണ്, പുതുക്കിയതാണ്, നോക്കട്ടെ എന്നൊക്കെ പറയവേ. എന്താ കാര്യം? ഇവർ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ അവരത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ? ചുമ്മാ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം ഇപ്പോൾ ഓടി അച്ഛനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണോ? എല്ലാം നോക്കും. അതായത് ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ടൈം. അതാണ് പ്രശ്നം. ചുമ്മാ ഒരു ജഡിക സന്തതിക്ക് അയാൾ പറഞ്ഞ പിതാക്കന്മാരുടെ രീതി അനുസരിച്ച് വ്യർത്ഥമായ ജീവിത രീതി എന്നല്ലേ കണ്ട എഴുതിയിരിക്കണ 10 ദിവസം എന്നാ മിടിക്കാട് എഴുതിയിരിക്കണേ, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്. അപ്പോൾ മനുഷ്യന്മാർ കുറേ ആചാരാനുഷ്ഠാനങ്ങളും പല രീതികളും മാമൂലൊക്കെ വെക്കും. വ്യർത്ഥമായ ജീവിതത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടത് എങ്ങനെയാണ്? ക്രിസ്തു പേയ്മെൻറ്റ് നടത്തിയിട്ടാണ്. ആൻഡ് ദിസ് ഇറ്റ് ഈസ് പേയ്മെൻറ്റ്. മനസ്സിലായില്ലേ? ക്രിസ്തു പേയ്മെൻറ്റ് നടത്തിയിട്ടാണ്. ഈ പേയ്മെൻറ്റ് നിങ്ങൾക്ക് വേണ്ടി മുടക്കിയവനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അന്ത്യകാലം വരെ ആ ഒരു ബോധം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ അവൻ പേയ്മെൻറ്റ് നടത്തിയത് നിങ്ങൾക്ക് IELTS പാസ്സാക്കാൻ വേണ്ടി മാത്രമാണ്, നിങ്ങളുടെ വസ്തു വിൽക്കാൻ വേണ്ടി മാത്രമാണോ? നിങ്ങളുടെ നല്ല പെണ്ണിനെയും ചെറുക്കനെയും കിട്ടാൻ വേണ്ടിയാണോ അവൻ വിശുദ്ധമായ രക്തം വീണ്ടെടുക്കുക അവൻ കൂടെ മുടക്കിയത്? ദാറ്റ് മീൻസ് യു മസ്റ്റ് നോ ബൈ നോ മീൻസ്. എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, എനിക്ക് നിത്യത തരാൻ വേണ്ടിയാണ്. സോ നിങ്ങൾ നിത്യജീവിതത്തെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിച്ചു. നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ദൈവിക പദ്ധതിയെ സ്നേഹിച്ചു. ദൈവ പദ്ധതിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിനെ അട്ടിമറിച്ച് ആദ്യ പാപത്തിൻ്റെ വക്താക്കളെ നിങ്ങൾ എതിർക്കുന്നു. കൈയിട്ടിച്ച് കിടത്താൻ. അപ്പോൾ ഈ മോചനദ്രവ്യം എന്നുള്ളത്, റാൻസം എന്നുള്ളത് നമ്മുടെ ആധ്യാത്മികതയിൽ അവിഭാജ്യമായൊരു ഘടകമാണ്. മോചനദ്രവ്യം എന്തുമാകാം. പക്ഷേ നിൻ്റെ അൾട്ടിമേറ്റ് എയിം, ആത്യന്തികമായ നിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? നിത്യമായ വീണ്ടെടുപ്പ് നടത്തിയ ക്രിസ്തുവിൻ്റെ രക്തത്തോട് ഐക്യദാർഢ്യം പുലർത്തുന്ന ഒരു ആധ്യാത്മിക ജീവിതമാണ്. ശ്രുതികട ഹല്ലേലൂയ, ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന, മഹത്വം, മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എൻ്റെ ദൈവ പൈതലേ, എന്തെങ്കിലും സ്റ്റാറ്റസ് ചേഞ്ച് വരുമ്പോൾ, ഒരു സ്റ്റാറ്റസ് ചേഞ്ച്, ഇപ്പം ഈ ഇക്കോണമി കണ്ടല്ലോ, സ്റ്റാറ്റസ് ചേഞ്ചിലൂടെ ഉണ്ടാക്കിയിട്ടെടുത്തുള്ള വരുമാനമാണ്. ക്രിസ്തു വരുമാനം ഉണ്ടാക്കുന്ന മാർഗം നമ്മൾ മനസ്സിലാക്കണം. അതിനെന്താണ്? പ്രകൃത്യാ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തു, അല്ലേ? അവൻ ദാസനായി. പിന്നെന്താണ്? മരണത്തോളവും. പിന്നെ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്ത് കുരിശുമരണത്തോളവും തന്നെ താഴ്ത്തി. ഇപ്പോൾ നമ്മളുടെ മെരിറ്റ് പോകുമ്പോൾ നമ്മുടെ പെയിൻറ്റ് പോകും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റഷ്യൻ്റെ സാക്ഷ്യത്തിൻ്റെ ബയോളജി എന്താണ്? റഷ്യൻ നല്ല പിക്കപ്പിൽ ഇങ്ങോട്ട് വരികയാണ്. ഒരു 90, 95, 97 റാങ്കിൽ വരികയാണ്, മാർക്കിൽ വരികയാണ്. പക്ഷേ നെറ്റും ഗേറ്റും എഴുതിയപ്പോൾ നോവെയറായിപ്പോയി, ഒരിടത്തും എത്തിയില്ല. അപ്പോൾ കോൺഫിഡൻസ് പോയി. മനസ്സിലായില്ലേ? ഈ കോൺഫിഡൻസ് പോകുമ്പോൾ നമ്മൾക്ക് ഈ കോൺഫിഡൻസ് കോൺഫിഡൻസ് വിറ്റ് അത് മിക്കവാറും ഈ സ്ക്രാപ്പ് ഐറ്റംസൊക്കെ എടുത്തുള്ളൂ ദൈവം. നമുക്ക് കോൺഫിഡൻസ് പോകുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാകണത്? നമുക്ക് വിൽക്കാൻ വേണ്ടി എന്താണ് കൊടുക്കാനുള്ളത്? നിരാശ, ഇല്ലേ? കോൺഫിഡൻസ് പോകുമ്പോൾ നമുക്ക് എന്താണ് ഉണ്ടാകുന്നത്? നിരാശ, പിന്നെ സങ്കടം, പിന്നെ പറ്റിപ്പോയില്ല എന്നുള്ള ഇച്ഛാഭംഗം, ഇങ്ങനെ കുറേ നെഗറ്റീവ് സ്ക്രാപ്സ് ഉണ്ടാവും. ഈ സാധനമാണ് വിൽക്കേണ്ടത്. അല്ലാതെ നിങ്ങളിതിങ്ങോ അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചല്ല,
ഞാൻ ഇത്തരം നാളെല്ലാം ഓക്കെ ആയിട്ടിരുന്ന ആളാണല്ല. ഞാനെല്ലാം 87-90 മാർക്ക് മേടിച്ചിരുന്ന ആളല്ല. ഞാൻ ഈ മാർക്ക് ലിസ്റ്റ് പോലും ആരെയും കാണിക്കില്ല. എൻ്റെ കൂട്ടുകാരെ എന്നെക്കുറിച്ച് എന്നാ വിചാരിക്കും, അവരുടെ ഉള്ളിലുള്ള എന്നെക്കുറിച്ചുള്ള സ്റ്റാറ്റസ് അവർ ഡീപ്രമോട്ട് ചെയ്താൽ എന്നാ ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് അത് കാണിക്കാതെ എങ്ങനെ ഇരിക്കുമോ സംഭവം. അച്ഛൻ പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മാർക്ക് കുറവാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് പറ്റിപ്പോയതാണെന്നുള്ളത് കൂട്ടുകാരറിയണമെങ്കിൽ അറിയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആധ്യാത്മികമായിട്ട് അതിനൊരു 10-80 മാർക്കോളം കിട്ടും. എന്താ കാര്യം എന്നറിയാവുക? നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂടെ ഐക്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കുണ്ടാകുന്ന നെഗറ്റീവ്സ്, കാര്യം നെഗറ്റീവ്സ് എല്ലാം എടുത്തതല്ലേ ക്രിസ്തുവിൻ്റെ വിജയം. ക്രിസ്തുവിന് മാത്രമേ, ഈ മനുഷ്യന്മാർക്കാണല്ലേ ഈ പോസിറ്റീവ് എല്ലാം എടുത്തിട്ട് ആനക്കാര്യമാണെന്ന് പറയണത്. എത്ര ആനക്കാര്യമായാലും കഥയില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോഴേ ക്രിസ്തു എന്ത് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ഈ വാല്യൂ സിസ്റ്റം അങ്ങോട്ട് അപ്പ് ആൻഡ് ഡൗൺ ആക്കി കളഞ്ഞ്, മനുഷ്യൻ മ്ലേച്ഛം, മനുഷ്യൻ ന്യൂനം, മനുഷ്യൻ വിലയില്ലാത്തതെന്ന് പറഞ്ഞ സംഭവത്തിനൊക്കെ എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് അത് കൊടുത്ത് പർച്ചേസിങ് നടത്തി. കൃപയുടെ പർച്ചേസിങ് നടത്തുന്നത് എങ്ങനെയാണ്? അത് പൗലോസിന് ആ കാര്യം മനസ്സിലായി. പൗലോസിന് ഇതിൻ്റെ ഗുട്ടൻസ്, ഈ ബിസിനസ്സിൻ്റെ ലാഭം എങ്ങനെയാണ് പോകണമെന്നുള്ളത് മനസ്സിലായി. മനസ്സിലാക്കിൻ്റെ പൗലോസ് എന്നാ ചെയ്തെന്ന് വെച്ചാൽ, പൗലോസ് ഈ അപ്പ് ആൻഡ് ഡൗൺ വാല്യൂ സിസ്റ്റം ചേഞ്ച് ചെയ്തതിൻ്റെ ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഫോർമുല എടുത്തിട്ട് പൗലോസ് എന്നാ പറഞ്ഞതെന്നറിയാവോ? എൻ്റെ കഷ്ടങ്ങളിൽ, ക്ലേശങ്ങളിൽ, സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തതിൽ എനിക്ക് വന്നുപെട്ടു പോയിട്ടുള്ള എല്ലാവിധ സങ്കടങ്ങളെയും ഞാൻ ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെക്കുന്നു. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുക. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഈ ഇക്കോണമി ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞ. ഒന്നാമത്തിൽ ഇങ്ങനെ പറയണം നുണയാണ്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ കൊണ്ടൊരു നുണ, അസൽ നുണ പറയിപ്പിക്കുകയാണ്. എന്താ കാര്യം അറിയാവോ? ഇങ്ങനെ എന്താ പറയണത്? ഇങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞത് പറയണത് നുണയാണെന്ന് പറയണത് എൻ്റെ കയ്യിരിപ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്കത് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആ പറയണ സംഭവം എന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെയൊക്കെ കുറേ പരാജയങ്ങൾ വന്നൊരാളാണ് ഈ പൗലോസ് എന്ന് പറഞ്ഞ ആൾ. ഒത്തിരി പരാജയങ്ങൾ വന്ന് തുണിയില്ലാണ്ടൊക്കെ ഈ ആൾക്കാരൊക്കെ തല്ലിയിട്ട് നദിയിലൊക്കെ വെച്ച് തല്ലി വള്ളമൊക്കെ മറിച്ച് കളഞ്ഞിട്ട് പുള്ളിക്കാരൻ എല്ലാം നഷ്ടപ്പെട്ടൊക്കെ നീന്തിയൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ കുറവുണ്ട്. ഇയാൾ വലിയ ബിഷപ്പിൻ്റെ റാങ്കുള്ള ആളാണെങ്കിൽ നീന്തിക്കയറേണ്ടത് നിക്കർ പോലും ഇല്ലാതെയാണ്. അത് കടന്നുപോയ വഴികളാണ് പറയണത്. എൻ്റെ കുറവെന്ന് പറയണില്ലേ, കടന്നുപോയ വഴികളാണ്. ഒരു പ്രാവശ്യം ഈ മനുഷ്യൻ ഇതുപോലെ ബൈബിളും പോയി പുതപ്പും പോയി എല്ലാം കടലിൽ ഒഴുകി പോയിട്ട് മാൾട്ടായിൽ അവസാനം അടിഞ്ഞ് ഡെഡ് ബോഡി പോലെ അടിഞ്ഞ് വന്നപ്പോഴാണ് ഈ മനുഷ്യനെ അണല് കടിച്ചത്. അണല് കടിച്ച മൊത്തം ആൾക്കാർ മരിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഈ ദ്വീപവാസികൾ പറയും ഇപ്പച്ചാകുമെന്ന്. വിശ്വാസി കാണുമ്പോൾ എല്ലാവരും പറയും ഇപ്പച്ചാകുമെന്ന്. ചാകത്തില്ല വിശ്വാസി. അങ്ങനെ ഒരു സാധനമാണ് വിശ്വാസി. കൈ ഇടിച്ച് കർത്താവിനെ അപ്പോൾ വേദപുസ്തകം ഒരു ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. എന്താണ്? എവിടെയെങ്കിലും നീ ഡീപ്രമോട്ടായി പോവുകയാണെങ്കിൽ, നിൻ്റെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അതുമൂലം നിനക്ക് നിരാശയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സങ്കടമോ വന്നു കഴിഞ്ഞാൽ നീ അത് വേസ്റ്റ് പോലെ വലിച്ചെറിഞ്ഞ് കളയരുത്. നീ അതിനെ കളക്ട് ചെയ്യണം. എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളുടെ കൂടെ കൂട്ടിവെച്ചിട്ട് കുരിശിനെ കൃപയാക്കണം. കൈയിടിച്ച് കർത്താവിനെ 45. നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ ആനയിച്ച കർത്താവ് ഞാനാകുന്നു. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. ഇതാണ് ഉടമ്പടിയുടെ ഫസ്റ്റ് ഫോർമാറ്റ്. 11:45. നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. ഏത് ഫറവോയാണെന്ന് പറഞ്ഞാൽ എക്കാലത്തും ഫറവോമാരുണ്ടാകും, ഒരു സംശയമില്ല. സഭയ്ക്കും എന്തുമാത്രം ഫറവോമാരാണുള്ളത് എല്ലാ കാലത്തും. ചില ഫറവോമാർ പറയും ഞായറാഴ്ച കുർബാനയ്ക്ക് പറയാൻ ലഹരി മോചന ക്ലാസ് നടത്തിയാൽ മതി എന്ന് പറയും. അതും ഫറവോയാ. ഓരോ കാലത്ത് ഇങ്ങനെ ഓരോ തരം ആൾക്കാർ വരും. പണ്ടുള്ള കാര്യമല്ല, ഇപ്പോഴും അത് തുടരുന്നുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ ഈ പറവന്മാരെ ഒന്നും കണ്ട് നമ്മൾ പേടിക്കത്തില്ല. കാര്യം എന്താണ്? നമ്മളങ്ങനെ തീയിലൂടെ ചവിട്ടി പറവന്മാരെല്ലാം ഒതുക്കി പോന്നിട്ടുള്ള ആൾക്കാരല്ലേ. ഇത് വിശ്വാസിയുടെ ജീവിതമാണ്. കൈ ഇടിച്ച് കർത്താവ് കൊണ്ടുപോകുന്ന കർത്താവാണ് ഞാൻ. കർത്താവിനെക്കുറിച്ച് കർത്താവിൻ്റെ ഒരു എന്താണ് ഒരു രഹസ്യം പറഞ്ഞ കേട്ടില്ലേ? അതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. റീഡിറ്റ് 11:45. നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ ആനയിച്ച കർത്താവ് ഞാനാകുന്നു. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. മോസസിനോട് പറയുന്നു, ഈ പരിശുദ്ധി നമ്മൾ ഈ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കീപ്പ് ചെയ്യണം. എബ്രാഹത്തിൻ്റെ കാലം മുതൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ദേശം നിനക്ക് തരും, മക്കളില്ല, വീടില്ല, സങ്കടമാണ് എന്നും പറയേണ്ട കാര്യമില്ല. എല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉള്ളപ്പോൾ എല്ലാം ഉള്ളതുപോലെയാണ്. പക്ഷേ നീ എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ വേണ്ട സമയത്താണ് ഞാൻ നിനക്ക് തരണത്. നിനക്ക് പുത്രൻ ജനിക്കും, ഞാൻ വീണ്ടും നിന്നെ സന്ദർശിക്കാം എന്ന് എബ്രാഹത്തിനോട് പറയുമ്പോൾ എബ്രാഹത്തിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ആരാണെന്ന് നീ ആദ്യം മനസ്സിലാക്കണം. എപ്പോഴും പറയും ദൈവം, അത് നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ അത് നിങ്ങൾ ആരാണെന്നല്ല മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആരോടാണ് ഉടമ്പടി ചെയ്യണത് അയാൾ ആരാണെന്ന് മനസ്സിലാക്കണം. ദൈവം പറയും, ഞാൻ നിൻ്റെ പേര് പറയുമ്പോൾ പറയും, ആയിരിക്കുന്നവൻ ഞാനാണ്, നീ എന്തിനാണ് എൻ്റെ പേര് ചോദിച്ചത്? പേരിൻ്റെ അപ്പുറത്താണ് ഞാൻ, ഒരു പേരിൽ ഒതുങ്ങാത്ത ആളാണ് ഞാനെന്ന് പറയും. എല്ലാ ലോകത്തുള്ള എല്ലാ സൃഷ്ടവസ്തുക്കളും ഒരു പേരിൽ ഒതുങ്ങണതാണ്. പേരിട്ടാൽ നമുക്കതിനെ ഒതുക്കാം, ഹാൻഡി ആകും. പക്ഷെ ഒരു പേരിൽ ഒതുങ്ങാൻ പറ്റാത്തവനാണ് എബ്രാഹത്തിനോട് പറയണത്. അതാണ് ദൈവത്തിൻ്റെ വിശുദ്ധിയും ശക്തിയും എന്ന് പറയണത്. അതുകൊണ്ട് നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, പിന്നെന്ത് ചെയ്യണം? കുറ്റമറ്റവനായിരിക്കണം. എബ്രാഹത്തിനോട് പറയുന്ന അതേ ഡയലോഗ് തന്നെയാണ് മോസസിനോട് പറയണത്. ഈജിപ്തിൽ നിന്ന് നിന്നെ ഇടിവെച്ച് നീ ഒരുത്തനെ കൊന്നില്ലേ, നീ കൊലപാതകയുടെ ബ്രാൻഡഡ് കൊലപാതകയായി. പക്ഷെ അതിൽ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിന്നെ കണ്ണുവെച്ച് കൈവച്ച് കഴിഞ്ഞാൽ നീ വിശുദ്ധനാകും. പക്ഷേ നീ എന്ത് ചെയ്യണം? ഹൊറേബിലേക്ക് വിളിക്കുമ്പോൾ പറയും, പഴയ കാലങ്ങൾ അങ്ങ് മാറുകയാണ്, ചെരുപ്പ് ഊരി വെച്ചേക്കുക. നീ നടന്നു വന്ന വഴികളിലൂടെ ചെരുപ്പ് ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റി വെക്കുക. എന്താണ് കാരണം? നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അപ്പോൾ ഉടമ്പടിയുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധിയുടെ യാത്രയുണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യാതെ ഉടമ്പടി അങ്ങനെ ചെയ്ത് കൂട്ടും. വിശുദ്ധിയുടെ ജീവിതത്തിൽ 0 പോയിൻ്റ് നിന്ന് കഴിഞ്ഞാൽ ഉടമ്പടി വർക്ക് ചെയ്യാൻ ഇത്തിരി താമസിക്കാം. പക്ഷെ നിങ്ങളൊന്ന് ഒരു ബോധപൂർവം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈശോ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും യു വിൽ ബി ഹെൽപ്ഡ്. പക്ഷെ അതിനൊരു മാനസികാവസ്ഥയും സത്യസന്ധതയും നമ്മൾ ഉടമ്പടിയോട് കാണിക്കേണ്ടതുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, അങ്ങയുടെ കൂടെ ആയിരിക്കാനും ഒരു മറുകക്ഷിയായി നിന്നോട് ഒരു ഉഭയകക്ഷി ഉടമ്പടി ചെയ്യാൻ ആവശ്യമായ വിശുദ്ധിയിലേക്ക് എന്നെ ഉയർത്തണമേ, വളർത്തണമേ, അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവ ഗേറ്റിലും നെറ്റിലും ഫ്ലോപ്പായി റഷ്യൻ മാതാവിൻ്റെ സന്നിധാനത്തിൽ വരുമ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മ ഇവൾ നടക്കേണ്ട വഴി ഇവൾക്ക് കാണിച്ചു കൊടുക്കും. അത് ഉടമ്പടിയുടെ ഒരു വാഗ്ദാനങ്ങൾ ഒന്നാണ്. എന്താണ്? നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. എല്ലാ അധ്യയനത്തിലും ഞാൻ പറയും. കാര്യം ഓരോരുത്തർക്കും ഓരോ പുതിയ വഴികളല്ലേ കിട്ടണത്. നമ്മൾ ചിന്തിക്കാത്ത വഴികളിലൂടെയാണ് കൊണ്ടുപോകുന്നത്. നീ നടക്കേണ്ട വഴി ഒന്ന് പറഞ്ഞേ. നടക്കേണ്ട വഴി. സങ്കീർത്തനം 32:8 വായിച്ചോളൂ. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഇതാണ് അത്. ആശയവും നടക്കേണ്ട വിധവും കൂടെ നടപ്പും ടോട്ടൽ പ്രോജക്റ്റ് ദൈവം ഏറ്റെടുക്കുകയാണ്. അല്ല ഏതെങ്കിലും ഒരു വശമല്ല, എല്ലാം, എവരിത്തിങ്. ഇവിടെ വന്നു കഴിഞ്ഞ് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവളുടെ ഇമെയിലിലേക്ക് ലിങ്ക് വരാൻ തുടങ്ങി.
ആദ്യം വന്ന ലിങ്ക് പല പല ലിങ്ക് യൂണിവേഴ്സിറ്റി ലിങ്ക് വരും. PhD എടുക്കണമല്ലോ, പല യൂണിവേഴ്സിറ്റി ലിങ്ക് വരും. അതിൽ ഇവർക്ക് പരിചയമില്ലാത്ത യൂണിവേഴ്സിറ്റി ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സബ്ജക്റ്റ്. അപ്പോൾ ഇന്ത്യൻ ട്രോപ്പിക്കൽ മെട്രോളജി എന്നൊരു ലിങ്ക് വരും. ഇന്ത്യൻ ട്രോപ്പിക്കൽ മെട്രോളജി എന്ന് പറയുമ്പോൾ കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ അതിലത് 9 സീറ്റേ മറ്റേ ഉള്ളൂ ഇന്ത്യയിൽ. 15 സീറ്റുണ്ട്. ഇവിടേക്ക് കിട്ടാവുന്നത് 9 സീറ്റാണ്. 15 സീറ്റെന്ന് പറയുമ്പോൾ കുറേ സീറ്റൊക്കെ പോകുമല്ലോ. ആകപ്പാടെ ആ യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യ ലെവലിൽ 15 സീറ്റേ ഉള്ളൂ. അതിൽ ഇവർക്ക് കയറാൻ പറ്റാവുന്നത് 9 സീറ്റേ ഉള്ളൂ. ഈ 9 സീറ്റ് നമ്മളെന്താ ചുമ്മാ സമയം വേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ഇവൾ എഴുതാതിരുന്നില്ല. കാര്യം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് എപ്പോഴും പുഷ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ അമ്മമാരുടെ അതിനേക്കാൾ കുറച്ച് കടുത്ത പുള്ളിയാണ് ഈ യേശുവിൻ്റെ അമ്മയെന്ന് പറയുന്നത്. ഈ ഉള്ളിൽ നിന്ന് എപ്പോഴും ഇൻസ്പയർ ചെയ്ത് കൊടുക്കുന്നതിൽ അമ്മ ഒരു ഭയങ്കര സംഭവമാണ്. ഇവരോട് പറഞ്ഞു നീ അത് എഴുതാൻ പറഞ്ഞു. അപ്പോൾ അമ്മയോട് ഇവൾ പറയും എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല, എനിക്ക് മാത്സും ഫിസിക്സും മാത്രമേ അറിയാൻ പാടുന്നു. ഇവളൊരു കാശുരൂപം കൊണ്ടുപോകും. കാശുരൂപം കൊണ്ടുപോയി ഇവൾക്ക് പരിചയമുണ്ട്. കാര്യം അപ്പൻ പണ്ട് ഇവൾ നെറ്റ് എഴുതി തോറ്റല്ല മാർക്ക് കുറഞ്ഞപ്പോൾ ഗേറ്റ് എഴുതാൻ പോയപ്പോൾ ഇവൾ പരീക്ഷയ്ക്ക് ഡൗണായിട്ട് പുറത്തിറങ്ങുമ്പോൾ ഇവളുടെ അപ്പൻ പറഞ്ഞു മകളെ ഇതിരിക്കട്ടെ മാതാവാണ് കൂടെ വരുമെന്ന് പറഞ്ഞ് ഉടമ്പടി കാശുരം കൊടുക്കും. പക്ഷെ ഉടമ്പടി കാശുരൂപത്തിൽ നിന്ന് ഇവർക്ക് അഭിഷേകം കിട്ടിയതായി ഓർക്കുന്നുണ്ട്. ഇവിടെ അന്ന് മുതലാണ് ഈ ആകർഷിപ്പ് വരാൻ കാര്യം. അപ്പം കൊടുത്ത കാശുരൂപം ഇവർക്ക് ആദ്യം അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല. പക്ഷെ ഒരു വിഷയം വന്നപ്പോൾ അതിൻ്റെ നിന്ന് അഭിഷേകം കിട്ടി, കറസ്പോണ്ടിങ് അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങി, കാര്യങ്ങളുടെ സീരിയസ്നെസ്. അല്ലാത്തപ്പോഴിങ്ങനെ എല്ലാവരും പോകുന്നു, എല്ലാവരും ഓരോ കാര്യം ചെയ്ത് ഞാനും ചെയ്യുന്ന യാന്ത്രികമായിട്ട് അങ്ങനെ ചെയ്ത് മാറ്റുകയാണ്. അങ്ങനെയല്ല, ഇതിൻ്റെ സത്യത്തിൻ്റെ ചില കോറിൽ അങ്ങോട്ട് മനസ്സുകൊണ്ട് തൊടാൻ തുടങ്ങി വെച്ചാൽ ഫീൽ ചെയ്യാൻ തുടങ്ങി, അതനുസരിച്ച് ഫീലിംഗ് വരാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യൻ മെട്രോളജി കൊടുക്കുകയാണ്. അപ്പോൾ അവർ ഉടനെ ഇവർക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു, അല്ലെങ്കിൽ ഇവർ പരീക്ഷ ടെസ്റ്റിന് വിളിച്ചു. ടെസ്റ്റ് ഇവർ പഠിച്ച കാര്യങ്ങളല്ല അവർക്ക് വേണ്ടത്, അവർക്ക് വേണ്ട കാര്യം ഇവർ പഠിച്ചിട്ടുമില്ല. അതാ പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറിറ്റ് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കുമല്ലേ എപ്പോഴും ഉടമ്പടിയുടെ ഒരു എല്ലാ വർക്കിംഗ് കണ്ടീഷൻ അങ്ങനെ ഇരിക്കും. നമ്മൾ പഠിച്ചതായിരിക്കത്തില്ല അവർക്ക് വേണ്ടത്, അവർക്ക് വേണ്ടതായിരിക്കത്തില്ല നമ്മൾ പഠിച്ചത്. ദാറ്റ് മീൻസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മെറിറ്റിൽ ഇത് വർക്ക് ചെയ്യത്തില്ലെന്ന് ഉറപ്പാണ്. പക്ഷേ എന്നാലും അമ്മ ഇവരോട് പറയും നീ അറ്റൻഡ് ചെയ്യാൻ പറയും. ആര്? പരിശുദ്ധ അമ്മ അവരോട് പറയും നീ അറ്റൻഡ് ചെയ്യാൻ പറയും. കാര്യം സീറ്റെല്ലാം ആരുടെയാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു, ആകാശം ഭൂമിയും നിൻ്റേതാകുന്നു. അതാ ബോധം ക്രിസ്ത്യാനിക്ക് എപ്പോഴും, വിശ്വാസിക്ക് എപ്പോഴും, ക്രിസ്ത്യാനിക്കല്ല വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാകണം. കാര്യം ആരാണ് വിശ്വാസി ആരാണ് ക്രിസ്ത്യാനി നമുക്കറിയത്തില്ലല്ലോ. ഇവിടെ സാക്ഷ്യം പറയണം മുഴുവൻ അക്രൈസ്തവരാണ്, വലിയ കൊടിയ സാക്ഷ്യം പറയണം. ഇപ്പം നമുക്ക് ദൈവം നോക്കണത് പൂച്ച വെളുത്തതാണോ കറുത്താണോ നോക്കത്തില്ലല്ലോ, എലി പിടിക്കുവാന്നല്ലേ നോക്കത്തുള്ളൂ. ആർക്കാണ് കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അവർ നോൺ ക്രിസ്ത്യനാണോ ക്രിസ്ത്യനാണോ എന്നല്ല, ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണത്, ആർക്കാണ് വിശ്വാസത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണത്, അവൻ ഇൻകം ഉണ്ടാക്കും. അതെല്ലാം നോൺ ക്രിസ്ത്യൻ സാക്ഷി ഇടിവെട്ടാകാൻ കാര്യം അതല്ലേ. അവരങ്ങനെ വെട്ടിപ്പായിട്ട് നമ്മൾ 5 മണിക്ക് എഴുന്നേക്കാൻ പറഞ്ഞാൽ അവർ 3 മണിക്ക് കുളിച്ചെഴുന്നേറ്റിരിക്കുകയാണ് പ്രത്യക്ഷ പ്രാർത്ഥന എല്ലാം വേണ്ടി. നമ്മളവിടെ എങ്ങനെ പിടിച്ചിരിക്കണം അവരുടെ മുമ്പ്? അതാണ് പ്രശ്നം. 5:30 എഴുന്നേറ്റാൽ മതി എന്ന് ഞാൻ പറയും. പക്ഷേ ഈ ചേച്ചിമാരെ ഇവിടെ അല്ലെങ്കിൽ പെങ്ങന്മാർ ഇവിടുന്ന് പോയച്ചും അവർ 7 മണിക്ക് എഴുന്നേക്കും അല്ലേ, അപ്പം തന്നെ പണിയായി. പക്ഷേ ഇവിടെ ഉണ്ടൊരു ജാതി ക്രിസ്തുവിനെ ആദ്യം അറിഞ്ഞിട്ട് ക്രിസ്തു അവസാനത്തെ വാക്കാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആദ്യമാണ് അറിഞ്ഞത്, പക്ഷേ അവളുടെ മനസ്സിരിക്കണ ക്രിസ്തു അവസാനത്തെ വാക്കാണ് എൻ്റെ ജീവിതത്തിലെന്നാണ്. ആണ് അവൾ 3 മണിക്ക് എഴുന്നേറ്റ് കുളിക്കുകയാണ്. എന്തിനാണ് പ്രത്യക്ഷ പ്രാർത്ഥന തുടങ്ങുന്നത്? പക്ഷേ ഇതാണ്. അപ്പം നമ്മളെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എപ്പോഴെങ്കിലും ആർക്കാണ്ടും വേണ്ടി ഒക്കാനിച്ചിട്ടൊരു കഥയുമില്ല. നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ സംഭവം ടേക്കനപ്പ് ചെയ്യണം. ഉടമ്പടി അങ്ങനെ വർക്ക് ചെയ്യും, ഉടമ്പടി അങ്ങനെയാണ് കത്തണത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം മീട്രോളജി എന്ന് വന്നു കഴിഞ്ഞപ്പോൾ മീട്രോളജിയിൽ ഇവിടെ സബ്ജക്റ്റ് ഒന്നും ഇവർക്ക് അറിയത്തില്ല. ട്രോപ്പിക്കൽ മീട്രോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മേഖല തെക്കേ അമേരിക്ക അതുപോലെ ഈ ഉത്തരായനത്തിൽ കിടക്കുന്ന രാജ്യങ്ങളിലേക്ക് കാലാവസ്ഥയില്ല. അതാണ് ട്രോപ്പിക്സ് എന്ന് പറഞ്ഞാൽ. ട്രോപ്പിക്കൽ ഫുഡ് എന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്, ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ. അപ്പോൾ അതിൻ്റെ കാലാവസ്ഥയിൽ എന്തൊക്കെ ഉണ്ട്? അതിനകത്ത് ഓഷ്യാനോഗ്രഫി ഉണ്ട്, ഗ്ലോബൽ വാർമിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, അതൊക്കെ എല്ലാ വിഷയങ്ങളുണ്ട്. ഇതൊന്നും ഇവരുടെ സബ്ജക്റ്റ് അല്ല. പക്ഷേ ഇവർ ഷോർട്ട് ലിസ്റ്റ് ആവും. ഇതിൻ്റെ അകത്ത് 126 പേരിലെ കൂട്ടത്തിൽ ഇവർ, അതായത്
126 നമ്പറിൽ ഇവർ ഷോർട്ട് ലിസ്റ്റ് ആവും. അപ്പോൾ ഇൻ്റർവ്യൂവിന് സാധ്യതയുണ്ട്. ഇൻ്റർവ്യൂവിന് പേടിയാണ് ഇവർക്ക് ആദ്യം ഉണ്ടാകണം, കാര്യം ഇവരുടെ സബ്ജക്റ്റ് വ്യത്യാസമുള്ളതുകൊണ്ട്. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ സ്ലോട്ട് കൊടുത്തതിന് ശേഷം 2:30 മണി വരെ 12 മണിക്ക് സ്ലോട്ട് കൊടുക്കും, 2 മണി വരെ വെയിറ്റ് ചെയ്യും. 2 മണി വരെ ഇവരിങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കും. അതാണ് വിഷയം. ആ സ്പേസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഉടമ്പടിയുടെ വർക്കിംഗ് കണ്ടീഷൻ നോക്കണം. കാരണം ഇവർ ഈ മീട്രോളജി യൂണിവേഴ്സിറ്റി വിളിച്ചിരിക്കുന്നത്, സ്ലോട്ട് കൊടുത്തിരിക്കുന്നത് അവർക്ക് 12:30 തൊട്ട് റെഡിയാകാൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ 12:30 കഴിഞ്ഞ് 1 മണിയായി 1:30 2 ഇവരെ വിളിക്കണില്ല. ഇവരവിടെ ഇരിക്കുകയാണ്. ഇവർ മുരഞ്ഞു കുത്തി കൊതുകിനെ അടിച്ചിരിക്കുകയല്ല, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് വ്യത്യാസം. എക്സിക്യൂഷൻ ലെവലിൽ നമ്മൾ ശ്രദ്ധിക്കണം. അവരെ മാത്തമാറ്റിക്സ് ആണെങ്കിൽ കറക്റ്റ് മാത്തമാറ്റിക്സ് തന്നെയാണ് അവർ. ആ ടൈം വളരെ സുന്ദരമായിട്ട് കഴിയാല. വാട്സപ്പ് നോക്കിയിട്ട് ഇപ്പോൾ വിളിക്കുമ്പോൾ വിളിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു കോമഡിയും കണ്ടേക്കാന്ന് പറഞ്ഞത്, അപ്പോൾ നിങ്ങളുടെ കാര്യം അവിടെ വെച്ച് പോകും. ഇത് ആ ടൈം എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള സീരിയസ് വിഷയമാണ്. അവരാ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥന ഈ വിശ്വാസ പ്രമാണമാണ്. കാര്യം ഇത് ഒരു മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്യിക്കേണ്ടത് വിശ്വാസ പ്രമാണമാണ്. അതെപ്പോഴും നിങ്ങൾ അറിയണം. അച്ഛൻ്റെ പഴയ പ്രസംഗം ഒന്ന് കേട്ടാൽ മതി. നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു അല്ല മക്കും, പക്ഷേ അതെങ്ങനെ അത് വർക്കിംഗ്, അതിൻ്റെ വർക്കൗട്ട് എങ്ങനെ നോക്കണം. അത് എന്ത് കാര്യത്തിന് ഏത് പ്രാർത്ഥനയെന്നുണ്ട്, വ്യത്യാസമുണ്ട് അതിനെ. അപ്പം അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാൽ പിന്നെ എഴുന്നേറ്റേക്കാം, ഇനി വിളിക്കത്തില്ലായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ 2 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. എഴുന്നേൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇമെയിൽ വരും സ്റ്റാൻഡ് ബൈ ആകാൻ. വിട്ടുപോകാൻ മാതാവ് സമ്മതിക്കത്തില്ല. ഇനി അവരെ വിളിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഇവർ എഴുന്നേറ്റ് പോകാൻ അമ്മ സമ്മതിക്കത്തില്ല. അമ്മ പറയും മകളെ ഇരിക്ക്, ഞാൻ വിളിപ്പിക്കാമെന്ന് പറയും. അതാണ് മകളെ ഇരിക്ക്, ഞാൻ വിളിപ്പിക്കാം. അതാണ് വിഷയം. ഇനിയും അവർ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇവൾ എഴുന്നേറ്റ് പോകാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ഉടനെ അമ്മ പറയും ഇരിക്ക് എന്ന് പറയുന്ന സമയത്ത് അവരെ കോൾ ഫോർ ചെയ്യിക്കും. അവൾ എഴുന്നേറ്റ് പോയിച്ചെങ്കിൽ ഇത് കിട്ടത്തില്ല. അതാണ് ടൈം എന്ന് പറയുന്നത് മദറിൻ്റെതാണ്. നമ്മുടെ മദർ ടൈം മദറാണ്. ഇപ്പം ടൈമിൽ നമ്മളൊരു മണ്ടത്തരം കാണിച്ചാലും അമ്മ അവിടെ അറസ്റ്റ് ചെയ്യിക്കും. അത് ഭയങ്കര വല്ലാത്ത പ്രൊട്ടക്ഷനാണിത്. എന്നിട്ട് ഇവളോട് 3 സബ്ജക്റ്റ് കൊടുക്കും. 4 സബ്ജക്റ്റ്. ഈ 4 സബ്ജക്റ്റ് ഇവർക്ക് അറിയാൻ പാടില്ലാത്തതാണ്. എന്താണ് കൊടുക്കുന്നത്? ഒന്ന് സുനാമിയെക്കുറിച്ച് പറയാൻ പറയും. 2 മണിക്കൂർ പറയണം സുനാമിയെക്കുറിച്ച്, 2 മണിക്കൂർ. പിന്നെന്ത് പറയണം? ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ്, കാലാവസ്ഥ വ്യതിയാനം. പിന്നെന്താണ്? ഭൗമതാപം, ഗ്ലോബൽ വാർമിംഗ്. ഇതൊക്കെയാണ് സബ്ജക്റ്റ്. പിന്നെ മീട്രോളജി, കാലാവസ്ഥ ശാസ്ത്രം. 4 കാര്യങ്ങളാണ്. അതിൽ 1 കമൻറ്റ് ചെയ്താൽ മതി. അത് 2 മണിക്കൂർ കമൻറ്റ് ചെയ്യണം. ഫിസിക്സ് മാത്സും പഠിച്ച ആളിത് അറിയത്തില്ല. ഇവൾക്കിത് എന്ത് കമൻറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടെ ഒരു പരിപാടി ഇവിടെ ചെയ്യും. ഇവിടെ മൗസ് എടുക്കും. മൗസ് എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചെറിയ കാര്യം അറിയത്തില്ലല്ലോ. ഈ സബ്ജക്റ്റ് അറിയത്തില്ല. മൗസ് എടുത്തിട്ട് ഇങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി 4 സ്റ്റോട്ടിൻ്റെ അവിടെ കസറ് മുട്ടിച്ച് നോക്കും. വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് മൗസ് എടുത്ത് ചലിപ്പിക്കണേ. ആളിനറിയത്തില്ല. അമ്മ പറഞ്ഞു കൊടുക്കണം. അതാണ് പ്രശ്നം. എന്നിട്ട് അമ്മ ഏതാണ് പറയേണ്ടതെന്ന് നോക്കിയിട്ട് വിശ്വാസ പ്രമാണം വന്ന് നിൽക്കുന്ന സ്ഥലത്ത് കസർ വന്ന് നിൽക്കുന്നത് എവിടെയാണ്? മീട്രോളജിയിലാണ്, കാലാവസ്ഥ ശാസ്ത്രം. അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവില്ലെന്ന്. പക്ഷെ അതൊന്നും മനസ്സിലാകാതെ ഇവിടെ കാലാവസ്ഥ ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ പറഞ്ഞ് അമ്മ ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ അത് പ്രൈവറ്റ് ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഉടമ്പടിയിലെല്ലാം ഉള്ളതാണ്. ഈ ഉടമ്പടി സാന്നിധ്യമുള്ള കാരണം ഇപ്പം ഞാൻ ഈ പറഞ്ഞു തന്നല്ലേ, എല്ലാ സാക്ഷ്യം വിദ്യാർത്ഥികളുടെ സാക്ഷ്യങ്ങൾ കേൾക്കണം. വിദ്യാർത്ഥികളുടെ സാക്ഷി, ഇൻ്റർവ്യൂ സാക്ഷ്യങ്ങൾ കേട്ട് നമ്മൾ ഈ പ്രൈവറ്റ് ഡിക്റ്റേഷൻ വരും. ഇൻ്റേണൽ ഡിക്റ്റേഷൻ ഉള്ളിലിരുന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നത് കോപ്പി അടിക്കുക തന്നെ. അങ്ങനെയല്ല. അതായത് നിനക്കൊരു ചതിക്കുഴിയിൽ ചെന്ന് പെട്ടാൽ നിന്നെ ഹെൽപ്പ് ചെയ്തിരിക്കും. ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഇവർ ഈ മീട്രോളജിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവർ വിക്കിപീഡിയ ഒന്ന് നോക്കിയായിരുന്നു. വിക്കിപീഡിയയിലെ പ്രൈമറി ആയിട്ടുള്ള ഒരു 10 സെൻറ്റൻസേ ഉള്ളൂ വിക്കിപീഡിയയിൽ. അറിയാമല്ലോ, വിക്കിപീഡിയ മീട്രോളജിയെക്കുറിച്ചുണ്ട്. അത് 10 സെൻറ്റൻസ് വായിച്ചിട്ടുണ്ട്. അതിൻ്റെ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ടാണ് ഈ കാച്ചേണ്ടത്. പക്ഷേ മാതാവ് ബാക്കി എല്ലാം ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കുക വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത പറഞ്ഞു കൊടുക്കലായിപ്പോയി. ഒരു 1.5 മണിക്കൂറാണ് ഈ പറയണത്, മെട്രോളജി പറയണത്. നിങ്ങൾക്കറിയാത്ത ഭക്ഷണം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ പോലെ അറിയാത്ത വിജ്ഞാനത്തിലെ
നമ്മളെങ്ങനെ പറഞ്ഞു നമ്മൾ അറിയാതെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു അഭിഷേകമുണ്ട്. എല്ലാത്തിനും കറസ്പോണ്ടിങ് അനോയിനിങ് ഉണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ ഉടമ്പടിക്ക് ക്ഷണിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സാധാരണ പ്രാർത്ഥന ചൊല്ലി സാധാരണ ജീവിതം ജീവിച്ച് വന്നതിന് ശേഷം നമ്മൾ ദൈവവുമായിട്ട് ലിങ്കായി കഴിയുമ്പോൾ ഇതിൻ്റെ സാധ്യതയെന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഞാൻ എന്തുകൊണ്ടാണ് കർക്കശക്കാരനായിരിക്കണത്? നിങ്ങൾ വളരെ സ്റ്റേൺ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഇതിനെ സത്യസന്ധമായിട്ട് സമീപിക്കാൻ വേണ്ടിയാണ്. ഈ കൂട്ടത്തിൽ ഇത്രയും സംഭവം കഴിഞ്ഞില്ലേ, പക്ഷേ പെട്ടെന്ന് ആളിന് സെലക്ഷനായി. അതാണ് വ്യത്യാസം വന്നത്. ആൾ സെലക്ഷനായി. സെലക്ഷൻ എന്ന് പറയുമ്പോൾ 7 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ്, ഫ്രീ സ്കോളർഷിപ്പ്. 5 പൈസ മുടക്കേണ്ട, 1400 രൂപ മുടക്കിയാൽ മതി. ബാക്കി 2 കൊല്ലം PhD പഠിക്കാനുള്ള ഫുൾ സ്കോളർഷിപ്പാണ്. നിന്നെ രക്ഷിക്കാനുള്ള വഴികളെല്ലാം നീ ഗേറ്റിൽ നെറ്റ് എഴുതാമെന്ന് പറഞ്ഞ് നിൻ്റെ മാനുഷികമായ ചിന്തയിൽ പോയില്ലേ. നിന്നെ തോൽപ്പിച്ചത് ആരാണ്? ദൈവം തന്നെയല്ലേ തോൽപ്പിച്ചത്, അല്ലാതെ നീ തോറ്റതല്ലല്ലോ. എൻ്റെ ദൈവബദലെ നീ തോക്കുമ്പോൾ നിൻ്റെ ആത്മാവ് നിന്നോട് പറയണം, നീ തോറ്റതല്ല, എന്നെ തോൽപ്പിച്ചതാണ് എൻ്റെ കർത്താവ്. വേറെ കാര്യത്തിൽ എന്നെ ജയിപ്പിക്കാൻ വേണ്ടിയാണ്. കൈയടിച്ച് കർത്താവ് രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. നിങ്ങൾ ഉടമ്പടി വെച്ച കാര്യങ്ങൾ ഓൺലൈനിൽ ഇപ്പോൾ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ ഉടമ്പടി വെച്ച വിഷയത്തിൻ്റെ രോഗങ്ങളുടെ മേലിൽ ദൈവികമായി ഇടപെടലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക. ഏത് രോഗമാണ് സൗഖ്യപ്പെടേണ്ടത്? ആ രോഗത്തിൽ നിൻ്റെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ കൈകൾ വെച്ചുകൊണ്ട് മനസ്സിൽ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈ നെഞ്ചത്ത് വെക്കുക. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പഠനപരമായ കാര്യങ്ങൾ, പരീക്ഷാ കാര്യങ്ങൾ, ഇൻ്റർവ്യൂ കാര്യങ്ങൾ, ജോലി യാത്രകൾ, തിരിച്ചുവരവ്, എല്ലാം കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കർത്താവിന് സമർപ്പിക്കുക. വിവാഹം കഴിക്കാത്തവർ, ഒത്ത പങ്കാളിയെ ലഭിക്കാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, വിവാഹ കോടതിയിൽ ജീവിതം വലയുന്നവർ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധമായ വലതുകര കർത്താവ് മക്കളുടെ ശിരസിൽ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ജീവിത ദുരിതങ്ങളും കുടുംബത്തിൻ്റെ ദോഷങ്ങളും തടസ്സങ്ങളും കർത്താവ് ഇൻ്റർവ്യൂ, ടെസ്റ്റ്, ജോലി ലഭിക്കുന്ന അവസ്ഥകൾ, കർത്താവ് ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം കർത്താവ് വിസ ലഭിക്കാത്തവരെ, കർത്താവ് യാത്രയ്ക്ക് തടസ്സമുള്ളവരെ, ഇമിഗ്രേഷൻ പാസ്സാകാത്തവരെ, കർത്താവ് എന്തെല്ലാം നൈയാമികമായ സാങ്കേതികമായ തടസ്സങ്ങൾ, ദുരിതങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നിർവീര്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. പ്രസവ സംബന്ധമായ തടസ്സങ്ങളുള്ളവരുണ്ട്, അവരെ കർത്താവ് കാണിക്കുന്നുണ്ട്. അവരെ കർത്താവ് സൗഖ്യപ്പെടുത്തി ശക്തിപ്പെടുത്തുന്നുണ്ട്. അവർക്ക് അപകടമില്ല, അവർ സുഖമായി പ്രസവിക്കുമെന്ന് ഈശോ അറിയിക്കുന്നുണ്ട്. വേഗുലപ്പെരണ്ടെന്ന് പറയുന്നു. ശരീരത്തിൽ സിസ്റ്റ് കിടക്കുന്നവരുണ്ട്, അവരെ കാണിക്കുന്നുണ്ട് കർത്താവ്. ചില അവയവങ്ങളുടെ താഴെ ഏറ്റവും ബോട്ടം സൈഡിൽ ലിക്വിഡ് കിടക്കുന്നവരും ലിക്വിഡ് കണ്ടാമിനേറ്റ് ആയിട്ടുള്ളവരുണ്ട്. ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്ന തരത്തിലുള്ള ലിക്വിഡ് ഫോം ചെയ്യുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. വൃഷണങ്ങളിലുണ്ടാകുന്ന ബീജത്തിൻ്റെ വറ്റല്, കൗണ്ടില്ലാത്ത വിഷയങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണിത്. അത് മെസ്സേജിലുള്ള ഭാഗങ്ങളാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ ജോലിക്ക് വെച്ചത് തെറ്റിപ്പോയല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവരുണ്ട്. ചില ഓപ്ഷൻ വെച്ചിരിക്കുന്നത് തെറ്റിപ്പോയല്ലോ, അതല്ലല്ലോ വെക്കേണ്ടിയിരുന്നത്, അതിന് ജോലി സാധ്യത കുറവാണല്ലോ, വേറെയാണല്ലോ വെക്കേണ്ടിയിരുന്നതെന്ന് ചിന്തിക്കുന്നവരെ ആ വേദന ഈശോ ഈ വിഷയത്തെ ഏൽപ്പിക്കാൻ പറഞ്ഞിരിക്കുന്ന കർത്താവ് അതിനെ
നിനക്ക് അനുയോജ്യമായൊരു ക്രമീകരണം വരുന്നുണ്ട്. വിസർപ്പ സോറിയാസിസ് രോഗങ്ങൾ, വെരിക്കോസ് രോഗങ്ങൾ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. കർത്താവെ, നിന്റെ തിരുമുറുപാർന്ന് വലതുകരം കർത്താവ് ത്വക്ക് രോഗങ്ങൾ, വെള്ളപ്പാണ്ടുകൾ, ചുണ്ടേൽപ്പാണ്ടുകൾ, മുടികൊഴിച്ചിലുകൾ, കണ്ണിന് കരിപ്പുള്ളവർ, കണ്ണ് തിമിരം കയറുന്നവർ, ചെവിക്ക് കേൾവിയില്ലാത്തവർ, തൊണ്ടയിൽ മുഴയുള്ളവർ, തൈറോയിഡ്, ടോൺസൈറ്റ്, കർത്താവ് എല്ലാ രോഗങ്ങളുടെ പേരും കർത്താവിൻ്റെ ആധിപത്യം ഉറപ്പിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചടയാളത്തിൽ ദൈവശക്തി അതി സൗഖ്യം പ്രാപിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മൗനമായി പ്രാർത്ഥിക്കുന്നു. സ്ഥലം, അളവ്, ഭാഗ ഉടമ്പടി, വഴിയില്ലാത്ത അവസ്ഥകൾ, വീട് വെക്കാൻ പറ്റാത്ത അവസ്ഥകൾ, എവിടേക്കാണ് നിനക്ക് നിൻ്റെ സ്വസ്ഥവും സമാധാനപൂർവമായ ജീവിതത്തിന് തടസ്സമുള്ളത്, അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അനുസരണയില്ലാത്ത തെറ്റായ പ്രണയബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയ മക്കൾ, അവരെക്കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കന്മാർ, എപ്പിലെപ്സി രോഗങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി, ഒട്ടിസം രോഗങ്ങൾ എല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൽ തളിക്കപ്പെട്ടുകൊണ്ട് ഈ ആൾക്കാർക്ക് ഒരു സാക്ഷ്യം പറയാനുള്ള അടയാളം കിട്ടാൻ ആശീർവാദം സ്വീകരിക്കും. ഉടമ്പടിയിൽ വച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ ധാരയിൽ ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകമായിട്ട് നമ്മുടെ മനസ്സിനെ ഇപ്പോൾ വിഷമിപ്പിക്കുന്ന, ഭാരപ്പെടുത്തുന്ന വലിയ വലിയ വിഷമങ്ങൾ അമ്മയുടെ മുമ്പിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇറക്കി വയ്ക്കാം. എത്രയും വേഗം ഇതെല്ലാം നിവൃത്തിയായി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ശുദ്ധ പരമ ദിവ്യകാരുണ്യേ, എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേ, എന്നും